നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസ്കറ്റിലുള്ള അൽമൗജ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഇത് വളരെ ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള ഒരു ഏരിയയാണ് മസ്കറ്റിനകത്ത്. വലിയ വലിയ ബിസിനസ്സുകാരും കമ്പനി CEOs അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒക്കെ താമസിക്കുന്ന വളരെ പോഷായിട്ടുള്ളൊരു ഏരിയയാണ്. ഇത് ബീച്ചിൻ്റെ സൈഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ വാട്ടർ ഫ്രണ്ടേജോടുകൂടിയാണ് ഉള്ളത്. എല്ലാമല്ല, കുറച്ചേറിയ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും. ബീച്ചിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു ഇടമാണ് ഇവിടെ. അപ്പോൾ ഇന്ന് ഈദായതുകൊണ്ട് നമുക്ക് ഇവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടേക്ക് ഒന്ന് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് LED ഡെക്കറേഷൻസൊക്കെ കാണുന്നു. ഈദായതുകൊണ്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പാർക്കിംഗ് ആണ് ആദ്യത്തെ ഒരു പ്രശ്നം. കാരണം ഇന്ന് വളരെ തിരക്കായതുകൊണ്ടേ പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. റോഡിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയ ചെറിയ പാർക്കിങ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ റിസർവ്ഡ് പാർക്കിങ്സ് ആണ്. അപ്പം നമുക്ക് പബ്ലിക്കിന് അവിടെ ചെന്നിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പബ്ലിക്കിന് വേണ്ടി പ്രത്യേക പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഈ റൗണ്ട് അബൌട്ട് ഇവിടുന്ന് യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് കിട്ടും. അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല മനോഹരമാണല്ലേ. നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് ആ പനകൾ നിൽക്കുന്നതാണ് അതിൻ്റെ പ്രത്യേക ഭംഗി. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്ത് ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. പതിവില്ലാതെ ഒരുപാട് ആളുകളുണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി നമ്മുടെ സബ് കോണ്ടിനെൻ്റിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. പാകിസ്ഥാനീസ്, ഇന്ത്യൻസ് എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. ഇന്ന് ഈദായതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. പനമരങ്ങളിലെല്ലാം LED ബൾബുകളൊക്കെ പിടിപ്പിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടില്ലേ, റെസ്റ്റോറൻറ്റുകളാണ് സൈഡിലെല്ലാം. ഈ സ്ഥലം നമ്മുടെ ഇവിടുത്തെ എയർപോർട്ടിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇവിടെ കുറേ ആളുകളൊക്കെ കൂടി നിൽക്കുന്നു. അവിടെ എന്തോ ഗെയിമുകളൊക്കെയാണ്.
എന്തോ മെഷീനൊക്കെ വെച്ചിട്ട് ഗെയിമാണ്. പഞ്ച് ചെയ്യുന്നൊരു മെഷീനാണ്. നമ്മൾ ശക്തമായിട്ടൊരു ബോളിൽ പഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്കോർ കാണിക്കും. അതാണ് സംഭവം. പാകിസ്ഥാനികളൊക്കെ നന്നായിട്ട് വന്ന് പഞ്ച് ചെയ്യുന്നുണ്ട്. അവർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അകത്തോട്ട് കയറാൻ കഴിഞ്ഞില്ല. അല്ല, ഇത് പ്രമാണിച്ച് ഇവിടെല്ലാം ഇതുപോലുള്ള ടെമ്പററി ആയിട്ടുള്ള പാർട്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വർണ്ണക്കുടകളൊക്കെ കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും കമ്പനികളുടെയൊക്കെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് നടത്താറ്. ഒരിക്കൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പാർട്ടിയും ഇവിടെ നടന്നിരുന്നു. വളരെ മികച്ച അനുഭവമായിരുന്നത്. നല്ല ആഹാരമൊക്കെ കിട്ടി. വളരെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫുഡൊക്കെയാണ്. എല്ലാവരും വളരെ സന്തോഷവാന്മാരായി കാണപ്പെടുന്നു. കാരണം ഈദാണല്ലോ. നല്ല കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. നല്ല കുളിർക്കാറ്റ്. അതുകൊണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ നടന്നു പോകാൻ. എല്ലാവരും വളരെ റിലാക്സിങ് ആയിട്ടിരിക്കുകയാണ്. അവധി ദിവസമാണല്ലോ. എല്ലാത്തരം ആളുകളും വന്നിട്ടുണ്ട്. അറബ്സും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഉണ്ടാവും. നമ്മളിപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബീച്ചിൻ്റെ സൈഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് കാണാൻ വേണ്ടി പോകണം. ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോ പോലെ തോന്നിപ്പിക്കുന്നൊരു സംഗതിയാണ്. പക്ഷെ അത്തരം ബോട്ടുകളല്ല. ഇത് വേറെ ടൈപ്പ് ബോട്ട്സാണ്. ലക്ഷറീസ് ആയിട്ടുള്ള ബോട്ട്സാണ്. കണ്ടില്ലേ, ഇതാണ് ആ ബോട്ടുകൾ. നമുക്ക് ഈ ബോട്ട് റെൻറ്റ് ചെയ്തിട്ട് പോകാൻ കഴിയും. പക്ഷെ നല്ല കോസ്റ്റ് ഉണ്ട്. ഏറ്റവും മിനിമം കോസ്റ്റ് 80 റിയാലാണ്. 80 റിയാൽ മീൻസ് നമ്മുടെ നാട്ടിലൊരു 17,000 വരും. റിച്ചുക്കുട്ടൻ ബോട്ടുകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ്. ഈ ബീച്ചിൻ്റെ സൈഡിൽ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇതിൻ്റെ ആഘോഷം പ്രമാണിച്ച് എല്ലായിടത്തും LED ബൾബുകളുണ്ട്. എല്ലാം അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്സ്. എന്ത് മനോഹരമായിരിക്കുമല്ലേ. അതിൻ്റെ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ എന്ത് രസമായിരിക്കുമല്ലേ. നമ്മുടെ കേരളത്തിന് ഇത്തരം ഒരുപാട് പ്രോപ്പർട്ടികൾ ഡെവലപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ
നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള വലിയ റിച്ചായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് ഒക്കുപ്പൈ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അവർക്കിങ്ങനെ ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലം, തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കില്ലേ. അവരുടെ ഒഴിവ് സമയങ്ങൾ ആഘോഷമാക്കാൻ അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ മേടിച്ചിടാൻ സാധ്യതയുണ്ട്. പൂക്കളുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെ ഒരു ഗ്രേറ്റ് ആംബിയൻസ് ആണ് ഇവിടെ. നമുക്ക് ഇതൊക്കെ ഒന്ന് നടന്ന് ഇങ്ങനെ കാണാം. ഈ ഭാഗത്തോട്ട് അധികം ആളുകളില്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. റിച്ചിക്കുട്ടൻ സ്ഥലത്തിന് ഭംഗിയായപ്പോൾ ഭംഗി കണ്ടിട്ടാണെന്ന് തോന്നുന്നു വളരെയധികം ആസ്വദിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഒരു ചേട്ടൻ ബോട്ട് കഴുകുന്നു. പുള്ളി കഴുകുന്ന എന്തോ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകുകയാണ്. അതിൻ്റെ സുഗന്ധം നമ്മൾ കരയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ലിക്വിഡ് ഇട്ട് കഴുകുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.